നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അതിമനോഹരമായ വെട്ടുകാട് പള്ളിക്ക് സമീപമാണ്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ തിരുവനന്തപുരത്തേക്ക് മറ്റൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പോകുന്ന വഴിക്ക് നമ്മുടെ ചർച്ചിൻ്റെ കുറച്ച് വീഡിയോസ് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വെട്ടുകാട് ചർച്ചിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഇവിടെ പ്രാർത്ഥനയൊക്കെ നടക്കുവാണ്. അതുകൊണ്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല, നമുക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും. നമ്മളിപ്പോൾ ഞായറാഴ്ചയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രാർത്ഥനയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പള്ളിയുടെ ഒരു പ്രത്യേകത, ഈ ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകത, നാനാജാതി മതസ്ഥർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. ഒരുപാട് വിശ്വാസികൾ വരുന്ന മനോഹരമായ ഒരു ചർച്ചാണ് ഈ ഒരു വെട്ടുകാട് ചർച്ച്. അപ്പോൾ ഇത് പുനർനിർമ്മിച്ചത് ഏകദേശം ഒരു 90 വർഷങ്ങൾക്ക് മുമ്പ് ഇത് പുനർനിർമ്മാണം ചെയ്തൊരു പള്ളിയാണ്. ചർച്ചിൻ്റെ ഏറ്റവും മുന്നിലായിട്ടാണ് ഇതുപോലെ കടൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ്, നല്ല കാറ്റാണ്. ഇപ്പോൾ മനോഹരമായൊരു പള്ളിയാണ്. ഞാൻ വീണ്ടും പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു പള്ളിയാണ്. മാദ്രേ ദേവൂസ് എന്നാണ് ഈ ഒരു പള്ളിയുടെ യഥാർത്ഥ പേര്. ഇതിനെ വെട്ടുകാട് ദേവാലയം എന്ന് പറയുന്നുണ്ട്. പരിശുദ്ധ മാതാവിൻ്റെ നാമധേയത്തിലാണ് ഈ ഒരു പള്ളിയുള്ളത്. മാദ്രെ എന്ന ഇറ്റാലിയൻ പദത്തിൻ്റെയും ദേവൂസ് എന്ന പോർച്ചുഗീസ് പദത്തിൻ്റെയും ഒരു സമ്മിശ്ര രൂപമാണ് മാദ്രേ ദേവൂസ് എന്ന ഈ ഒരു ദേവാലയം. ദൈവത്തിൻ്റെ അമ്മ എന്നാണ് ഈ ഒരു പദങ്ങളുടെ അർത്ഥം. ഇവിടെ ഒരുപാട് വിശ്വാസികൾ ഇങ്ങനെ മെഴുകുതിരികൾ കത്തിച്ച് വെച്ചേക്കുന്നത് കാണാം. ഒരുപാട് ആൾക്കാർ പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് സൈഡിലായിട്ട് ഒരു ക്രിസ്തുരാജൻ്റെ രൂപമുണ്ട്. കുരിശും ചുമന്നുകൊണ്ട് നിൽക്കുന്ന രൂപമാണ്. അപൂർവമായിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു രൂപങ്ങൾ കാണുവാൻ സാധിക്കുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ പാദസ്പർശമേറ്റ മണ്ണാണ് ഇവിടെ ഒന്നാണ് പറയപ്പെടുന്നത്. 1942 ക്രിസ്തുരാജൻ്റെ തിരുസ്വരൂപം ഇവിടെ സ്ഥാപിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിറ്റി സെൻട്രലിൽ നിന്ന് ഈ വെട്ടുകാട് ദേവാലയത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് ബസ്സുകളൊക്കെ ലഭിക്കും. ട്രെയിനിൽ വരുവാണെങ്കിൽ നമ്മുടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനാണ് അടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ ദേവാലയത്തിലേക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തേക്ക് കുറച്ച് നടക്കുവാണ്. അവിടെ ആരാധനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതുകൊണ്ട് മനഃപൂർവ്വം ഉള്ളിലെ വീഡിയോസ് ഒന്നും എടുക്കാതിരുന്നതാണ്. നമ്മളെന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് നമുക്ക് ബീച്ചിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണണം. അപ്പോൾ ഇവിടെ പാർക്കിങ്ങിനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ക്യാമറയെ കാണുമ്പോൾ ഇത്രയേ ഉള്ളെങ്കിലും വളരെ വലിയൊരു ദേവാലയമാണ്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ വെട്ടുകാട് ബീച്ചിലെത്തിയിരിക്കുകയാണേ. പിന്നെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ്. രണ്ട് സൈഡിലും കച്ചവടക്കാരെയൊക്കെ കാണുവാൻ സാധിക്കും. കുറേയേറെ കളിപ്പാട്ടങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. കണ്ണൊക്കെ അതിൽ കയറി ഉടക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ കുറേ ഫിഷിംഗ് ബോട്ടുകളൊക്കെ കിടപ്പുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് ഇതൊക്കെ ഇങ്ങനെ വലയൊക്കെ ഉരിയെടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് പള്ളി വരെ പോയിട്ട് പള്ളിയും കൂടെ കണ്ടിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഞങ്ങളുടെ വേസ്റ്റുകൾ തള്ളിയേക്കുന്നുണ്ട്. ഇവിടെയും കൃത്യമായിട്ട് വേസ്റ്റുകളൊക്കെ കൊണ്ട് തള്ളുന്നുണ്ട്. ഈ ആനയും കടലും കണ്ടു കഴിഞ്ഞാൽ മടക്കത്തില്ലെന്നാണ് പറയുന്നത്. നമുക്കിവിടെ കടലില്ല. നമുക്ക് ആനക്കൂടുണ്ട്, ആനയൊക്കെ ഉണ്ട്, പക്ഷേ കടലില്ല. അതുകൊണ്ട് ഈ കടലിലേക്ക് നമ്മളിങ്ങനെ വെറുതെ നോക്കി നിൽക്കുകയാണ്. ഇതിലേക്ക് നോക്കി നിന്ന് കഴിഞ്ഞാൽ എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ കടലിൽ നോക്കിയിരിക്കുമ്പോൾ എന്തോ ഒരു
സംഭവമാണെന്ന് നമ്മൾ നോക്കിയിരിക്കുന്നു. ഇവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ടോ? മണലൊക്കെ ഇങ്ങനെ മാറ്റി അതിനുള്ളിൽ സുഖമായിട്ട് കടൽക്കാറ്റ് കിടന്ന് ഉറങ്ങുവാണെങ്കിൽ എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് വരുന്നവർക്ക് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഇതുപോലെ ബീച്ചിലൊക്കെ കാഴ്ചകൾ കണ്ട് ഇരിക്കാൻ സാധിക്കും. അതെന്തെങ്കിലും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. നമ്മളെ ബോട്ടുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഞങ്ങൾ രാവിലെ വന്ന സമയത്ത് ഇതൊക്കെ മീൻപിടുത്തം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ മറ്റൊരാവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചുമ്മാ ഇവിടെ നിന്നപ്പോൾ ഒരു വീഡിയോ എടുത്ത് അതങ്ങ് ഇട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.